അറബിക്കടൽ തീരങ്ങളിൽ തിമിംഗലങ്ങൾ ചത്തടിയുന്നത് 10 മടങ്ങായി കൂടിയെന്ന് CMFRI പഠനം. സമുദ്രോപരിതല താപനില കൂടുന്നതും തിമിംഗലങ്ങൾക്ക് വിനയാകുന്നുവെന്നാണ് പഠനം. സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് വാർത്തകൾ ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. സൂര്യശ്രീ, ഇതിന് മുമ്പ് ഒരു പഠനം ഉണ്ടായിരുന്നു. ഈ നീലത്തിമിംഗലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദവീജി ഉണ്ടല്ലോ, ആ ശബ്ദവീജിയുടെ ഫ്രീക്വൻസികൾ അല്ലെങ്കിൽ ശബ്ദവീജി ഉണ്ടാക്കുന്നത് വല്ലാതെ കുറയുന്നു എന്നൊരു പഠനം തൊട്ടു നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് CMFRI പറയുന്നത്? ഹാഷ്മി, കൊച്ചി അറബിക്കടൽ തീരങ്ങളിലുണ്ടായ കപ്പലപകടത്തിന് പിന്നാലെ പലയിടങ്ങളിലും തൃശ്ശൂരാണെങ്കിലും ആലപ്പുഴ തീരങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ തിമിംഗലങ്ങൾ വ്യാപകമായി ഇപ്പോൾ ചത്ത് കരക്കടിഞ്ഞതൊക്കെ തന്നെ നമുക്ക് വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഒരു പഠനം, CMFRIയുടെ ഒരു പഠനം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ തിമിംഗലങ്ങൾ വ്യാപകമായി ചത്തടിയുന്നതിന് ഒരു കാരണം ഈ കപ്പലപകടങ്ങൾ കൂടിയാണെന്ന് ഈ പഠനം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല, ഈ കടലിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള മലിനീകരണം, കൂടാതെ തന്നെ ശബ്ദ മലിനീകരണം, ഇതെല്ലാം തന്നെ ഈ തിമിംഗലങ്ങളുടെ മരണത്തിന് കാരണമാകുന്നു പറയുന്നു. 2004 മുതൽ 2013 വരെ നടത്തിയ പഠനത്തിൽ 0.3% ഇത്തരത്തിൽ തിമിംഗലങ്ങൾ ചത്തടിയുന്നത്. എന്നാൽ 2013 മുതൽ 2023 വരെയുള്ള കാലങ്ങളിൽ ഇത് 3% വർദ്ധിച്ചിരിക്കുന്നു. 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് പഠനം CMFRIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കേരള, കർണാടക, ഗോവ തീരങ്ങളിലാണ് ഈ കൂടുതലായും തിമിംഗലങ്ങൾ ചത്ത് കരക്കടിയുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ സസ്തനികളെയൊക്കെ തന്നെ സംരക്ഷിക്കേണ്ടതിന്റെ ചുമതലകൾ നമ്മൾ സർക്കാർ അടക്കം നിലവിലുള്ള പദ്ധതികൾ കുറച്ചുകൂടി വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. CMFRIയിലെ സയന്റിസ്റ്റായ രതീഷാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. കടലിലുണ്ടായ സ്വാഭാവിക സമുദ്രത്തിലുണ്ടാകുന്ന ഘടനയിലുണ്ടാകുന്ന വ്യത്യാസമൊക്കെ തന്നെ ഈ തിമിംഗലങ്ങളുടെ തിമിംഗലങ്ങൾ കൂടുതലായി ചത്തടിയാൻ കാരണമായിട്ടുണ്ട്. കടലിലുണ്ടാകുന്ന മലിനീകരണം, അതുപോലെ തന്നെ കപ്പലപകടങ്ങൾ, കൂടാതെ തന്നെ കപ്പലുകളുടെ കൂടുതൽ ഗതാഗതം, ഈ സമുദ്രങ്ങളുടെ ആഴം കുറയുന്നത്, സമുദ്രത്തിന്റെ തന്നെ അതുപോലെ തന്നെ സമുദ്രോപരിതലം കൂടുതൽ ചൂട് പിടിക്കുന്നത്, ഇതൊക്കെ തന്നെയും ഇത്തരത്തിൽ തിമിംഗലങ്ങളുടെ കൂടുതൽ ചത്തടിയാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ സംരക്ഷിക്കുന്നതിന് വേണ്ട പ്രത്യേക പദ്ധതികളൊക്കെ CMFRI മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ തിമിംഗലങ്ങൾ കൂടുതൽ ചത്തടങ്ങുന്നു എന്നുള്ളതാണ്. ഇത് ലോകവ്യാപകമായി തന്നെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ നീലത്തിമിംഗലങ്ങൾ അതിന്റെ ശബ്ദവീജി, അത് വലിയ കിലോമീറ്ററുകൾ കേൾക്കുന്ന ഇണചേരാനൊക്കെയുള്ള ശബ്ദവീജിയാണ്. ആ ശബ്ദവീജികൾ വല്ലാതെ നിർത്തി നീലത്തിമിംഗലങ്ങൾ സൈലന്റ് ആവുന്നു. അതെന്തുകൊണ്ടാണ് എന്ന പഠനങ്ങൾ നടക്കുന്ന സമയമാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ അതിന് കാരണമായി പറയുന്നവരുണ്ട്. ഈ പറയുന്ന ഇതിൽ ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ തീരങ്ങളിൽ നീലത്തിമിംഗൽ ചാവുന്നതും എന്ന് പറഞ്ഞാൽ നീലത്തിമിംഗലങ്ങൾക്ക് മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മനുഷ്യനെ അടക്കം ബാധിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒക്കെ പ്രതിഫലനമാണെങ്കിൽ പ്രശ്നം ഗുരുതരമാണ്.